ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് രാത്രി കിടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ ഇംഗ്ലീഷ് വേറൊരാളോട് പറയുന്നില്ല. നമ്മൾ സ്വന്തമാണ് ഈ സെന്റൻസുകളൊക്കെ പറയുന്നത്. അതായത് രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ പല കാര്യങ്ങൾ നമ്മളോട് ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? നമുക്ക് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലാംഗ്വേജ് സംസാരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഹാബിറ്റിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്, അല്ലേ? നമുക്കറിയാം, നമുക്ക് പലതരത്തിലുള്ള ഹാബിറ്റ്സ് ഉണ്ട്. നമ്മൾ രാവിലെ പല്ല് തേക്കാറുണ്ട്, കുളിക്കാറുണ്ട്. ഈ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് എന്നുള്ളതും കൂടി ഒരു ഹാബിറ്റ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പം ചില ആൾക്കാരെ കാണാറുണ്ട് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, അവര് ഇത് ഒരു ഹാബിറ്റ് ആക്കിയിട്ടുള്ളവരാണ്. അതായത് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അവരുടെ ഒരു ശീലമാണ്. അതിപ്പോൾ ആരെ കണ്ടാലും സ്വന്തമായിട്ടാണെങ്കിലും അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ രീതിയിൽ എങ്ങനെ ഇതൊരു ഹാബിറ്റ് ആക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്, പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. രാവിലെ മുതൽ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കും. നമുക്കറിയാം, നമ്മുടെ ഫാമിലിയിലുള്ളവരോടോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരോടോ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് സ്വന്തം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റു, അതിനുശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ നമ്മളോട് സംസാരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഗുഡ് മോർണിംഗ്, അതായത് രാവിലെ എഴുന്നേറ്റപാടെ നമ്മൾ നമ്മളോട് പറയാം ഗുഡ് മോർണിംഗ്. ലെറ്റ് മീ മേക്ക് ദ ബെഡ്. എന്താണ് ലെറ്റ് മീ മേക്ക് ദ ബെഡിന്റെ അർത്ഥം? ബെഡൊക്കെ ഞാൻ വിരിച്ചിട്ട് ഒന്ന് സെറ്റ് ആക്കട്ടെ. അപ്പം ഓരോ കാര്യം ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ കാര്യം നമ്മളോട് തന്നെ ഇംഗ്ലീഷിൽ പറയുക എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഇതെപ്പോൾ പറയാൻ പറ്റും? നമ്മൾ ബെഡ് മടക്കി കഴിഞ്ഞു, നമ്മളെല്ലാം വിരിച്ചിട്ടു, അതിനുശേഷം നമുക്ക് പറയാം ദാറ്റ്സ് ഗ്രേറ്റ്. പിന്നെ നമ്മൾ പറയാണ് ഗുഡ് മോർണിംഗ്. ഹൗ ഡിഡ് ഐ സ്ലീപ്പ്? എന്താണ് ഹൗ ഡിഡ് ഐ സ്ലീപ്പിന്റെ മീനിങ്? ഹൗ ഡിഡ് ഐ സ്ലീപ്പ്, ഞാൻ എങ്ങനെ ഉറങ്ങി? നന്നായിട്ട് ഉറങ്ങിയോ? എൻ്റെ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ ഡിഡ് ഐ സ്ലീപ്പ്. ഇത് ആരോടാണ് ചോദിക്കുന്നത്? നമ്മളോട് തന്നെയാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ശബ്ദത്തിൽ ചോദിക്കണം എന്നില്ല, സ്വകാര്യമായിട്ടും ചോദിക്കാം. അപ്പം നമ്മൾ അതിന് തന്നെ ആൻസർ പറയാണ് ഐ സ്ലെപ്റ്റ് വെൽ. ഇതൊക്കെ രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആയിരിക്കും. ഐ സ്ലെപ്റ്റ് വെൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ നന്നായി ഉറങ്ങി. ഇനി എന്നോട് തന്നെ നമ്മൾ പറയാണ് ലെറ്റ് മീ പ്രിപ്പയർ എ ബ്ലാക്ക് കോഫി. നിങ്ങൾ ബ്ലാക്ക് കോഫി കുടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഓക്കെ ഞാനൊരു കോഫി ഉണ്ടാക്കട്ടെ. അതായത് രാവിലെ ചിലപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ഞാനൊരു കോഫി ഉണ്ടാക്കട്ടെ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പറയാം. എങ്ങനെ പറയാം? ലെറ്റ് മീ പ്രിപ്പയർ എ ബ്ലാക്ക് കോഫി. ഞാനൊരു കോഫി ഉണ്ടാക്കട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾ കോഫി കുടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ലെറ്റ് മീ പ്രിപ്പയർ എ ടീ ഓർ ലെറ്റ് മീ പ്രിപ്പയർ എ ബ്ലാക്ക് ടീ. അപ്പോൾ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് ആ രീതിയിൽ നിങ്ങൾ രാവിലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഈ എഴുതിയിരിക്കുന്ന സെന്റൻസ് മാത്രമല്ല, എന്തും ചോദിക്കാം. വേർ ആർ മൈ സ്ലിപ്പേഴ്സ്, വെർ ഇസ് മൈ ഫോൺ, ഇതൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ചോദിക്കുകയാണ് വെർ ഈസ് മൈ ബ്രഷ്. ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഓക്കെ, പല്ല് തേക്കേണ്ട സമയമായി. അപ്പം നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുകയാണ് വെർ ഈസ് മൈ ബ്രഷ്. ഇത് ആക്ച്വലി ഒച്ചത്തിൽ ചോദിക്കുന്നില്ല കേട്ടോ, നമ്മൾ മനസ്സിൽ ചോദിക്കുകയാണ് വെർ ഈസ് മൈ ബ്രഷ്. ഇറ്റ്സ് ടൈം ടു ബ്രഷ് മൈ ടീത്ത്. ഇതും അതിനോടൊപ്പം തന്നെ എനിക്ക് ബ്രഷ് ചെയ്യേണ്ട സമയമായി. ഇറ്റ്സ് ടൈം ടു ബ്രഷ് മൈ ടീത്ത്. പല്ല് തേക്കേണ്ട സമയമായി. ഇറ്റ്സ് ടൈം ടു ബ്രഷ് മൈ ടീത്ത്. ഇതിങ്ങനെ ഒരു ദിവസം ചെയ്യേണ്ട കാര്യമല്ല, ഇത് നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യമാണ്. ഇറ്റ് ഷുഡ് ബിക്കം എ ഹാബിറ്റ്. അതിനുശേഷം പല്ല് തേച്ചതിന് ശേഷം നമ്മൾ നമ്മളോട് പറയാണ് ലെറ്റ് മീ ഹാവ് എ ഷവർ. ഞാനൊന്ന് കുളിക്കട്ടെ. ലെറ്റ് മീ ഹാവ് എ ഷവർ. ഞാനൊന്ന് കുളിക്കട്ടെ. വാട്ട്സ് ദ ലേറ്റസ്റ്റ് ന്യൂസ്. നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കുന്നു, അതിനുശേഷം നമ്മൾ നമ്മളോട് പറയാണ് എന്താണ് ഇന്നത്തെ പുതിയ ന്യൂസ്, എന്തൊക്കെയാണ്. അപ്പം നമ്മൾ ന്യൂസ് എന്താണെന്ന് ചിന്തിക്കുന്നു, എന്താണെന്ന് നമ്മളോട് തന്നെ ചോദിക്കുന്നു ഇംഗ്ലീഷിൽ. അതിനുശേഷം നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ നോക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസ് വെബ്സൈറ്റ് മറ്റും നോക്കുന്നുണ്ടെങ്കിൽ നോക്കാം. ഞാൻ പറഞ്ഞത് ന്യൂസ് വായിക്കുന്ന ഹാബിറ്റ് ആക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഈ ചോദിക്കുന്ന ഒരു ഹാബിറ്റ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ചോദിക്കുകയാണ് വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? ഇതൊക്കെ നമ്മൾ സ്വന്തം ചോദിക്കുകയാണ്. വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളിപ്പോൾ സാധാരണ വീട്ടിൽ ചോദിക്കാറില്ലേ എന്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്, നമ്മൾ മനസ്സിൽ ചിന്തിക്കാറില്ലേ? ദ സെയിം വേ ഇംഗ്ലീഷ് ചോദിക്കുക വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഐ തിങ്ക് ഇഡ്ലി ആൻഡ് സാമ്പാർ. എന്നിട്ട് നമ്മൾ തന്നെ ചിന്തിക്കുകയാണ്, ഓക്കെ അമ്മ ഇന്നലെ ഇഡ്ലിക്ക് ഉള്ളത് കലക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇഡ്ലി ആയിരിക്കാം. സോ ഐ തിങ്ക് ഇഡ്ലി ആൻഡ് സാമ്പാർ. നമ്മൾ സ്വയം ഇങ്ങനെ ചോദിക്കുന്നു, അതിനുത്തരം നമ്മൾ തന്നെ പറയുന്നു.
ലെറ്റ് മീ സെറ്റ് ദ ടേബിൾ. എന്താണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ലെറ്റ് മീ സെറ്റ് ദ ടേബിൾ. നമ്മളോട് തന്നെ പറയുന്നു, നമ്മൾ പോയി ടേബിൾ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡിയാണെന്ന് കണ്ടപ്പോൾ നമ്മൾ എന്ത് പറയുന്നു? നമ്മളോട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. സോ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പിലിരുന്നു നമ്മൾ പറയാണ് നമ്മളോട് തന്നെ താങ്ക്സ്, ലുക്സ് ഡെലീഷ്യസ്. വളരെ നല്ലതാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്, വളരെ നന്നായിട്ടിരിക്കുന്നു എന്ന് നാം നമ്മളോട് തന്നെ പറയുകയാണ്. താങ്ക്സ്, ലുക്സ് ഡെലീഷ്യസ്. അതിനുശേഷം നമ്മൾ പറയാണ് ദാറ്റ് വാസ് ടേസ്റ്റി. അത് വളരെ ടേസ്റ്റ് ഉള്ളതായിരുന്നു. ഇതെപ്പോഴാണ് പറയുന്നത്? ഇത് കണ്ടില്ലേ, ദാറ്റ് വാസ് ടേസ്റ്റി എന്നാണ്. അതായത് പാസ്റ്റ് ആണ് അല്ലേ? നമ്മൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയാണ് ദാറ്റ് വാസ് ടേസ്റ്റി. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ദാറ്റ് വാസ് ടേസ്റ്റി. ഇറ്റ്സ് ടൈം ടു അയൺ മൈ ക്ലോത്ത്സ്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, നമുക്ക് ഓഫീസിലേക്ക് പോകാം. നിങ്ങളുടെ ഡെയിലി സിനാരിയോ അനുസരിച്ച് നമ്മൾ ഓരോ സെൻറ്റൻസ് പറയുക എന്നുള്ളതാണ്. ഇറ്റ്സ് ടൈം ടു അയൺ മൈ ക്ലോത്ത്സ്. എൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യേണ്ട സമയമായി. ഇറ്റ്സ് ടൈം ടു അയൺ മൈ ക്ലോത്ത്സ്. ഇറ്റ്സ് ടൈം ടു അയൺ മൈ ക്ലോത്ത്സ്. ഓക്കെ, എൻ്റെ ക്ലോത്ത്സ് അയൺ ചെയ്യേണ്ട സമയമായി. ടൈം ടു ഗെറ്റ് റെഡി ഫോർ വർക്ക്. അയൺ ചെയ്തതിന് ശേഷം നമുക്ക് പറയാണ് ഓക്കെ, ഇറ്റ്സ് ടൈം ടു ഗെറ്റ് റെഡി ഫോർ വർക്ക്. അപ്പോൾ ഓരോ കാര്യം ചെയ്യുന്നതിന് മുമ്പും അതൊന്ന് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ള ഒരു ചെറിയ ആക്ടിവിറ്റി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ടൈം ടു ഗെറ്റ് റെഡി ഫോർ വർക്ക്. ജോബിന് പോകാൻ റെഡിയാകാൻ സമയമായി. ഐ ഷുഡ് നോട്ട് ബി ലേറ്റ്. നമ്മൾ വാച്ച് നോക്കി പറയാണ് ഓക്കെ, എനിക്ക് റെഡി ആവണം, ലേറ്റ് ആവാൻ പാടില്ല, പെട്ടെന്ന് തന്നെ ഞാൻ ഇറങ്ങേണ്ടതായിട്ടുണ്ട്. ഐ ഷുഡ് നോട്ട് ബി ലേറ്റ്. ഞാൻ ലേറ്റ് ആവാൻ പാടില്ല. അതിനുശേഷം നമ്മൾ വണ്ടിക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഓക്കെ, വേർ ആർ മൈ കീസ്. ഇതൊന്നും വലിയ ഒച്ചയിൽ ചോദിക്കേണ്ട കാര്യമില്ല. നമുക്കിങ്ങനെ പറയാം വേർ ആർ മൈ കീസ്. അവിടെ ഇരിക്കുന്ന കാണുന്നു, കീസ് എടുക്കുന്നു, നിങ്ങൾ പോകുന്നു. എന്നിട്ട് നമ്മൾ തന്നെ പറയാണ് ഓക്കെ, കീസ് എവിടെയാണെന്ന് നോക്കി, അവിടെ ടേബിളിൽ ഇരിക്കുന്ന കണ്ടു. ഓക്കെ, ദേ ആർ ഓൺ ദ ടേബിൾ എന്ന് നാം നമ്മളോട് തന്നെ പറയുന്നു. ഓക്കെ, കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ പറയുന്നു ഓക്കെ, ഫൗണ്ട് ദം. ഫൗണ്ട് ദം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടുപിടിച്ചു. ഓക്കെ, അതിനുശേഷം നമ്മൾ നമ്മളോട് പറയാണ് ഡോണ്ട് ഫോർഗെറ്റ് യുവർ ലഞ്ച്. നിങ്ങൾ എപ്പോഴും ലഞ്ച് എടുക്കാൻ മറക്കുന്ന ആളാണെങ്കിൽ നമുക്ക് നമ്മളോട് പറയാം ഡോണ്ട് ഫോർഗെറ്റ് യുവർ ലഞ്ച്. എപ്പോഴാണ് ഓർത്തത് ആ സമയത്ത് നമ്മൾ പറയാണ് ലഞ്ച് എടുക്കാൻ മറക്കരുത്. എന്നിട്ട് നമ്മൾ പറയാണ് റൈറ്റ്, ഐ ഓൾമോസ്റ്റ് ഫോർഗോട്ട്. ഞാൻ മറന്നേനെ. ചിലപ്പോൾ നമ്മൾ അങ്ങനെയാണ്, നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്തിട്ട് നമ്മൾ പല കാര്യങ്ങളും മറക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സെന്റൻസുകൾ പറയുന്നതുകൊണ്ട് രണ്ട് കാര്യമുണ്ട്. ഒന്നാമത് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാം, പിന്നെ നിങ്ങൾ പല കാര്യങ്ങളും മറക്കാതിരിക്കും. സോ നമ്മൾ ജോബ് കഴിഞ്ഞ് വന്നു, നമ്മൾ പറയാണ് ഐ എം ബാക്ക് ഫ്രം വർക്ക്. ഞാൻ ജോലി കഴിഞ്ഞ് വന്നു. ഐ എം ബാക്ക് ഫ്രം വർക്ക്. വെൽക്കം ഹോം, ഹൗ വാസ് യുവർ ഡേ. സോ നമ്മളോട് തന്നെ ചോദിക്കുകയാണ്, വേണമെങ്കിൽ ആ സമയത്ത് കണ്ണാടിയിൽ നോക്കി ചോദിക്കാം ഹൗ വാസ് യുവർ ഡേ. വെൽക്കം ഹോം, ഹൗ വാസ് യുവർ ഡേ. ഇറ്റ് വാസ് ബിസി ബട്ട് ഗുഡ്. ഭയങ്കര തിരക്കായിരുന്നു, പക്ഷെ വളരെ നന്നായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. ഡിന്നർ വിൽ ബി റെഡി സൂൺ. ഓക്കെ, നിങ്ങൾ കിച്ചണിലൊക്കെ പോയി നോക്കി, നിങ്ങൾക്ക് മനസ്സിലായി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയായിരിക്കും കുക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയാം ഡിന്നർ വിൽ ബി റെഡി സൂൺ. ഓക്കെ, അതിനുശേഷം നമ്മൾ പറയാണ് ഗ്രേറ്റ്, ഐ വിൽ ഫ്രഷൻ അപ്പ്. ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ. ഐ വിൽ ഫ്രഷൻ അപ്പ്. നോക്കൂ, അതിനുശേഷം നിങ്ങൾ ഫുഡൊക്കെ സെർവ് ചെയ്തു. നിങ്ങൾ പറയാണ് ഡിന്നർ ഈസ് സെർവ്ഡ്. ഡിന്നർ ഈസ് സെർവ്ഡ്. ഡിന്നർ സെർവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മളോട് പറയാണ് സ്മെൽ ഡെലീഷ്യസ്. ഡിഗിൻ. എന്താണ് ഡിഗിൻ്റെ അർത്ഥം? നമുക്ക് കഴിക്കാം എന്നുള്ളൊരു മീനിങ് ആണ്. ദാറ്റ് വാസ് എ സാറ്റിസ്ഫൈങ് മീൽ. എന്താണ് ഇതിൻ്റെ അർത്ഥം? സാറ്റിസ്ഫൈങ്, ഭയങ്കര തൃപ്തനാക്കുന്ന ഒരു ഫുഡായിരുന്നു. ഭയങ്കര ഐ ആം വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദ മീൽ. ഇതാണ് ദാറ്റ് വാസ് എ സാറ്റിസ്ഫൈങ് മീൽ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് സാധാരണ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ടൈം ടു റിലാക്സ്. ജോബ് കഴിഞ്ഞ് വന്നു, ഡിന്നർ ഫുഡ് കഴിച്ചു, അത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. നമ്മളോട് പറയാണ് ഇറ്റ്സ് ടൈം ടു റിലാക്സ്. അതിനുശേഷം നമ്മളോട് പറയാണ് ലെറ്റ് മീ വാച്ച് എ മൂവി. ഞാനൊരു സിനിമ കാണട്ടെ. ലെറ്റ് മീ വാച്ച് എ മൂവി. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് വിച്ച് മൂവി ഷുഡ് ഐ വാച്ച്. ഏത് മൂവി ഞാൻ കാണണം? വിച്ച് മൂവി ഷുഡ് ഐ വാച്ച്. നമ്മളോട് ചോദിക്കുകയാണ് ഏത് മൂവിയാണ് കാണുക. നമ്മൾ സാധാരണ മലയാളത്തിൽ ചോദിക്കില്ല ഏത് പടം കാണും. അതുപോലെ തന്നെ ലെറ്റ് മീ വിച്ച് മൂവി ഷുഡ് ഐ വാച്ച്. ഹൗ അബൌട്ട് വാച്ചിങ് വാലിബൻ. വാലിബൻ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? അത് നമ്മൾ ആലോചിക്കുകയാണ്.
നല്ലതായിരിക്കുമോ? അത് നമ്മളോട് തന്നെ പറയാണ്, ഓ അത് വേണ്ട, നോ ദാറ്റ്സ് എ റോങ് ചോയ്സ്, അത് വേണ്ട, അത് കാണണ്ട. ഐ വിൽ വാച്ച് പ്രേമലു. ഓക്കെ, പ്രേമലു കണ്ടേക്കാം. ഷുവർ, ലെറ്റ് മീ ഫൈൻഡ് ഇറ്റ്. എന്താണ് ലെറ്റ് മീ ഫൈൻഡ് ഇറ്റ്? അത് എവിടെയാണെന്ന് ഒന്ന് തപ്പി കണ്ടുപിടിക്കട്ടെ. മേ ബി നെറ്റ്ഫ്ലിക്സിലാവാം, ആമസോൺ പ്രൈമിലാവാം. ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ചെയ്യട്ടെ അതെവിടെയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ പടം തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറയണം മൂവി ടൈം, സിനിമ കാണുന്ന സമയമാണ്. ദാറ്റ് വാസ് ഹിലാരിയസ്, ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള മൂവി ആയിരുന്നു. റെഡി ഫോർ ബെഡ്, പടം കണ്ടു കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഏകദേശം 10-11 മണിയായി, ഉറങ്ങേണ്ട സമയമായെങ്കിൽ നിങ്ങൾ പറയണം റെഡി ഫോർ ബെഡ്. നമ്മൾ ചോദിക്കുകയാണ് നമ്മളോട് തന്നെ. യെസ്, ലെറ്റ്സ് കോൾ ഇറ്റ് എ നൈറ്റ്, ഇറ്റ്സ് ടൈം ടു ഗോ ടു ബെഡ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതിനുശേഷം നമ്മൾ പറയണം ഗുഡ് നൈറ്റ്. നമ്മളോട് തന്നെ നാം ഗുഡ് നൈറ്റ് പറഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പോയി. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ലോൺലി ആയിട്ട് ജീവിക്കണം എന്നല്ല കേട്ടോ. അതായത് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിങ്ങളോട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുക, പറയുക എന്നുള്ളൊരു സിസ്റ്റമാണ് നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് സെൻറ്റൻസുകൾ മാറ്റി മാറ്റി പറഞ്ഞത് ഇത് അതേപടി എഴുതി വായിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഓരോ സിറ്റുവേഷനിൽ എന്തൊക്കെയാണ് ചോദിക്കേണ്ടത് അത് ഇംഗ്ലീഷ് ചോദിക്കുക, അതിനൊരു മറുപടി പറയുക. നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആവണമെന്നൊന്നുമില്ല, ചിലപ്പോൾ തെറ്റിപ്പോകാനൊന്നും കുഴപ്പമില്ല, പക്ഷെ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ആൾക്കാരോട്, ഇതൊരു ഹാബിറ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്കറിയാം, നമുക്ക് 2 രീതിയിലുള്ള ഹാബിറ്റ്സ് ഉണ്ട്. സർവൈവൽ ഹാബിറ്റ്സ് ഉണ്ട്, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ശ്വാസം വലിക്കുന്നു, ഇതൊക്കെ നമ്മൾ സർവൈവൽ ഹാബിറ്റ്സ് ആണ്. അതായത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ തന്നെ അത് ബാധിക്കും. ഇനി മറ്റു ഹാബിറ്റ്സ് ഉണ്ട്, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അത് നേടിയെടുത്ത കാര്യങ്ങൾ. അതായത് നമ്മൾ കുളിക്കുന്നത്, പുസ്തകം വായിക്കുന്നത്, നമ്മൾ പുറത്തു പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒരു ഹാബിറ്റാക്കി ലാംഗ്വേജ് സംസാരിക്കുന്നത് മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ഒരു മാർക്കറ്റിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിൽ പോയിട്ടോ എങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക, കമൻറ്റിൽ പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും നമുക്കത് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ, ആ ഒരു സിനാരിയോസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. ബൈ.